അച്ഛനും മോക്കെ തരിച്ചോളൂ. ഒരു നെഞ്ചുവേദനയുണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത് നമ്മളൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത്. ഇതുവരെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ചലഞ്ച് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ചലഞ്ച് വീഡിയോ ചെയ്യുന്ന ഒരുപാട് കണ്ടിട്ടുണ്ട്. ചില വീഡിയോസ് ചെയ്യുമ്പോഴൊക്കെ ദൈവമേ ഒന്ന് ട്രൈ ചെയ്യണം. അന്നൊന്നും യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ഒരു ഇഷ്ടവും ആഗ്രഹമൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ഇതുവരെ നടന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നല്ല സ്പൈസി നൂഡിൽസിൻ്റെ പേര് ഫസ്റ്റ് അതിന് മുമ്പ് ഞാൻ ആളെ പരിചയപ്പെടുത്തിയത്. ഇത് എൻ്റെ മേമയുടെ മോളാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലെൻ്റെ ഒപ്പം ഡാൻസ് കളിക്കുന്ന ആളാണ് ഇവളെ പേര് നന്ദന എന്നാട്ടോ. അപ്പം ഞാനാണ് ഇന്ന് എന്നെ ചലഞ്ച് ചെയ്യാനായിട്ട് ഇവളാണ് കിട്ടിയിരിക്കുന്നത്. ഇവൾ ഓൾറെഡി ഇത് കഴിഞ്ഞ നൂഡിൽസാണ്. ഇതിൻ്റെ പേര് ബുൾഡക്കിൻ്റെ ആണ് ഈ ഒരു നൂഡിൽസ്. ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ ഒരെണ്ണം എടുത്തിട്ടുള്ള ഒരു പാക്കറ്റാണ് നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയത്. ഇത് കഴിച്ചിട്ട് എന്താ പറയുക, ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റവും ഫസ്റ്റ് ആരാ കഴിച്ച് തീർക്കണേ, അതുപോലെ തന്നെ കഴിച്ച് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യണത്. ഇപ്പോൾ രണ്ടുപേരും കഴിച്ചു കുഴപ്പമൊന്നുമില്ല. വെയിറ്റ് ചെയ്തതിൻ്റെ എത്ര നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് വെള്ളം കുടിക്കണത് അല്ലേ, വെള്ളം കുടിക്കണേ. ഇപ്പം എന്തായാലും ഇപ്പം ഇവള് പെട്ടെന്ന് എരിഞ്ഞ് കഴിഞ്ഞ് ഇവള് പെട്ടെന്ന് വെള്ളം കുടിക്കില്ല. അപ്പം ഞാൻ വിന്നർ. അപ്പം എല്ലാവരും കണ്ടിട്ടുള്ള ഗെയിം തന്നെ. അപ്പം നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ ടൈം കളയുന്നില്ല. എന്താണ് ഉണ്ടാക്കി വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും ചിലപ്പോൾ ഇതിൻ്റെ ആ ചൂട്ടോടുകൂടി കഴിയാന്ന് ചോദിച്ചു. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യല. അപ്പം സ്റ്റാർട്ട് ചെയ്യല അച്ചു. നന്ദന എന്നാട്ട പേര്, ഞങ്ങൾ അച്ചു എന്ന് വിളിക്കാം. അപ്പം സ്റ്റാർട്ട് ചെയ്യലടി. സ്റ്റാർട്ട് ടൈമർ ഇട്ടായിട്ടോടെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേര് കയറുമെന്ന് കുഴപ്പമില്ലാത്തതിന് ഞങ്ങളൊന്ന് പൊളിക്കുന്നു. സ്റ്റാർട്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടാ. ഇവളിതിന് മുന്നേ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് ഈ സാധനം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, എരിവ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ അവസാനം പറഞ്ഞിടാം. അവളെ പറയും ചെറിയൊരു വരുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല അല്ലേ. അവളുടെ മുഖം ചോന്ന് തുടങ്ങി. തിരിയണില്ല. നിങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെ നൂഡിൽസ് കഴിക്കണതിൻ്റെ ഭംഗി ഒന്നും നോക്കരുത്. അതൊന്നും ഇതിലില്ല. കഴിച്ച് തീർക്കണമെന്ന് മാത്രമുള്ളൂ. എൻ്റെ തല ചെറുതായി. എനിക്ക് എരിവിന് അധികം കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തലയ്ക്ക് അടിക്കും. എനിക്ക് തല ഇറങ്ങണ പോലെയൊക്കെയാ. ശരിക്കും രണ്ട് തലയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ എരിയണില്ല. എരിവല്ല, ചൂട് വരുന്ന പൊക്കെയാണോ വരുന്നത്. വിളിച്ചവർക്ക് ഐസ്ക്രീം ആട്ടം കൊടുക്കാൻ പോണം. മതി. അതൊക്കെ പിന്നെ വേറൊരു കാര്യം, ഈ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് അങ്ങ് ദുബായിൽ നിന്ന് കൊടുത്തയച്ചതാ. ഇവിടെ ഈ സാധനം കിട്ടുമെന്നൊന്നും എനിക്കറിയാം. ചേച്ചി ചലഞ്ച് വീഡിയോ ചെയ്യുന്ന പറഞ്ഞിട്ട് അവനാണ് ഈ സാധനം കൊടുത്തയച്ചേട്ടാ എനിക്ക് ചെയ്യാൻ വേണ്ടി. അവനെ ഞാൻ ഈ സമയത്ത് ആലോചിക്കുന്നു. കുഴപ്പമില്ല, അത്ര ഇതൊന്നും തോന്നുന്നില്ല. താങ്ക്സ് ടു ലൈഷ് അനിയ. അയ്യോ, പ്രശ്നമൊന്നുമില്ല. ചെറുതായിട്ടൊരു പുക വരുന്ന പോലെ ഇവിടേക്ക് ഒന്ന് പൊള്ളണ പോലെ. വേറെ പ്രശ്നമൊന്നുമില്ല. 2 മിനിറ്റ് കേട്ടോ. കണ്ണീരുള്ളവനല്ലേ അച്ഛൻ്റെ കണ്ണീന്നൊക്കെ ചോന്നു. കഴിയാറായ
ഐസ്ക്രീം കേട്ടോ. ഞാൻ ചെയ്യും. എരി വലിക്കാണ്ടിരുന്നാൽ മതി. എരി വലിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. എരി വലിക്കുമ്പോൾ ഉള്ളിലോട്ട് മിണ്ടണ്ട മിണ്ടണ്ട. വെള്ളം കുടിക്കാൻ പാടില്ല. അച്ഛക്കാരൻ തുടങ്ങി. നമുക്ക് സൂം ചെയ്യാൻ പറ്റാത്തോണ്ടാട്ടോ അച്ചു കരഞ്ഞു തുടങ്ങി. പിന്നെ നിറമുള്ള ആൾക്കാരെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. നിറമുള്ളവർക്ക് മോക്ക് ചോക്കും. എൻ്റെ കഴിഞ്ഞു. ഞാൻ ജയിച്ചു. അച്ചു കരഞ്ഞു തുടങ്ങി. എൻ്റെ കഴിഞ്ഞു. 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കഴിഞ്ഞു. അച്ഛൻ്റെ കഴിഞ്ഞല്ലേ. ഇനി വെയിറ്റിംഗ് ആണ്. കഴിഞ്ഞു. ആരാദ്യം വെള്ളം കുടിക്കുന്നത്. അച്ഛന് മുഖം സൂം ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് എരിവുണ്ടോന്ന് അച്ഛൻ? എരിവുണ്ടോ അച്ചു? കണ്ടിട്ട് എന്ത് തോന്നുന്നു? കുഴപ്പമില്ല. അച്ഛൻ നേർത്തു. എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇത് കഴിക്കുന്ന ആളാണ്. എന്നാൽ പോലും നമുക്ക് കുറച്ച് പേരുണ്ട്. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാം. അച്ഛനും മുഖമൊക്കെ തരിച്ചു തുടങ്ങിയിരുന്നു. ഇത് ഞങ്ങൾ ഹാഫായിട്ട് എടുത്തത്. ബുൾഡക്കിൻ്റെ റെഡ്. ഇത് ഞാൻ അത്യാവശ്യം ചെയ്ത് കഴിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാനും പക്ഷെ ആൾക്ക് പറ്റുന്നില്ല. എൻ്റെ ഇത് കുറഞ്ഞിറങ്ങി. ലക്കി വരുന്നുണ്ട്. പറഞ്ഞിട്ടില്ല. ചുറ്റട മുഖം നോക്കിയേ. അത്ര എരിവില്ല കേട്ടാ. ഞാൻ വിചാരിച്ച അത്ര പ്രശ്നമൊന്നുമില്ല. ഇറങ്ങി ഇവിടെ എത്തുമ്പോ ലക്കിക്ക് കഴിക്കാൻ പാടില്ല. ഇവിടെ എത്തുമ്പോ ചെറിയൊരു നെഞ്ചുവേദന. ഇപ്പൊ ഇവിടത്തെ കുറഞ്ഞു. ഒരു നെഞ്ചുവേദനയുണ്ട്. ഇത് നെഞ്ചുവേദനയില്ല. അവിടെ ഒരു തരിപ്പ്. അച്ഛനും മോക്ക ഞാൻ അച്ഛനെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഒരു മിനിറ്റ്. അച്ഛൻ്റെ മുഖം ഈ ഒരു അവസ്ഥയായിട്ടുണ്ട്. എനിക്ക് അത്ര പ്രശ്നം ഇല്ല കേട്ടോ. അച്ഛൻ്റെ അത്ര പ്രശ്നം എനിക്കില്ല. എനിക്കൊരു സഹിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ ഏതൊക്കെ അത്യാവശ്യം കഴിക്കുന്നതാണ്. പക്ഷെ അച്ഛന് നീ തോറ്റെങ്കിൽ വെള്ളം കുടിച്ചോ? ഞാൻ നോക്കില്ലേ പോണത്. ഇല്ല എൻ്റെ ഒരു പോയി. കരയണ്ട. അച്ഛ കണ്ണൊക്കെ എഴുതി. വെള്ളം എടുത്തന്നെ. ഞാൻ തോറ്റു. അച്ഛ തോൽവി സമ്മതിച്ചുട്ടാ. ഇതിന്റെ ഇടയിലേ ഒരാൾ ഇവിടെ വന്ന് ഈ നൂഡിൽസിന്റെ സ്പൂണൊന്ന് വന്ന് നക്കിയിട്ടുണ്ട്. എരുണ്ടാ ലക്കി? എരുണ്ടാ? ഇല്ലേ? അവൾക്ക് എരുവില്ലാതെ. ഇല്ലേ? അവൾക്ക് എന്താ എരുവില്ലാത്ത? അവൾക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കൊടുക്കാല്ലേ. ചുമ്മാ കൊടുക്കണത് കേട്ടോ. എരുവില്ലാന്ന് പറയുമ്പോ ഒന്ന് ട്രൈ ചെയ്യണല്ലോ. എരുണ്ടാ? അച്ഛൻ തോറ്റാ? അച്ഛൻ വെള്ളം കുടിച്ച്. യെസ്. അപ്പൊ ഐസ്ക്രീം എനിക്കോളാം കേട്ടോ. അച്ഛന് ഐസ്ക്രീം ഇല്ലേ? നിനക്ക് എരുണ്ടാ? എരുണ്ടാ? ഇല്ലേ? പിന്നെ നീ ഇങ്ങനെ കാണിക്കണേ? എരുണ്ടലക്കി? എരുണ്ടാ? അയ്യോ. അപ്പോൾ ഞാനാണ് ഐസ്ക്രീം കഴിക്കണം. മച്ചൂന് വെള്ളമുള്ളൂ. അപ്പോൾ
കുറേ പേര് ഇതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യണം കണ്ടത്. എനിക്ക് ഇവിടെയൊക്കെ വയർത്തു എരിഞ്ഞിട്ട്, പക്ഷെ എനിക്ക് താങ്ങാൻ പറ്റി. ഓക്കെ, എനിക്ക് താങ്ങാൻ പറ്റി, അച്ഛന് താങ്ങാൻ പറ്റില്ല. അപ്പം ഞാൻ ജയിച്ചു, അച്ഛൻ കാരണം. അപ്പം ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം ഇത്രയുള്ളൊരു ചെറിയൊരു ഫണ്ണി വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അപ്പം നമുക്ക് ഇതുപോലുള്ള രസകരമായ ചലഞ്ച് വീഡിയോ ഇന്നൊക്കെ ചെയ്യാമെന്നാണ് നമ്മുടെ പ്ലാൻ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം എന്തായാലും ഞാൻ പോയി ഐസ്ക്രീം വാങ്ങിക്കട്ടെ. അച്ഛനൊന്ന് വെള്ളമുള്ളൂ, തോറ്റവർക്ക് വെള്ളം മാത്രമേ കൊടുക്കുള്ളൂ എന്നാണ് പറയണത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം അതുവരെ എല്ലാവർക്കും ബൈ.